ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി ഇൻഫർമേഷനാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പല ആൾക്കാരും എന്നോട് ചോദിച്ച ഒരു കിടിലം ഇൻഫർമേഷനാണ് ഇന്നിവിടെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇന്ന് അല്ല എന്നുണ്ടെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഒരു ബാലികേറ മലയാണ് സാലറി സ്ലിപ്പ് എന്ന് പറയുന്നത്. ചില കമ്പനിയിൽ സാലറി സ്ലിപ്പ് കൊടുക്കും, എന്നാൽ ചില കമ്പനിയിൽ അവർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. മീൻസ് ബാങ്കിലായിരിക്കും സാലറി ക്രെഡിറ്റ് സാലറി സ്ലിപ്പില്ല. പല ഇഷ്യൂസും ഈ സാലറി സ്ലിപ്പ് കൊണ്ട് നമുക്കുണ്ട്. ഇപ്പോൾ നമുക്കൊരു പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, ബൈക്ക് ലോൺ, അങ്ങനെ എന്ത് ലോണായാലും ചിലപ്പോൾ അവർ സാലറി സ്ലിപ്പ് ചോദിക്കും. അപ്പോൾ നമുക്ക് ചെക്കായിട്ടായിരിക്കും സാലറി കിട്ടുന്നത്, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ടിൽ കിട്ടും, പക്ഷേ സാലറി സ്ലിപ്പ് തരത്തില്ല. അങ്ങനെ ഒരുപാട് ബർഡൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈ ഒരു റിസോൾവ് ചെയ്യാം എന്നതാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അത് ഞാൻ പറയുന്ന പോലെ ചെയ്യുക. ഇത് മറ്റ് മാൽ പ്രാക്ടീസിനും ഒന്നും യൂസ് ചെയ്യരുത്. ഇത് പ്രധാനമായിട്ടും യൂസ്ഫുൾ ആകുന്നത് അക്കൗണ്ട് വഴി സാലറി കിട്ടുന്നവർക്ക്. സാലറി സ്ലിപ്പില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ചില ബാങ്കുകളിൽ ഒരു ഫോർമാലിറ്റി, സാലറി സ്ലിപ്പ് തന്നെ വേണമെന്ന് പറയുന്ന ബാങ്കുകളിൽ ഒരു ഫോർമാലിറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ബൈക്ക് ലോണോ അങ്ങനെ എന്തെങ്കിലും ലോൺ ആവശ്യത്തിന് നമുക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. ഇതുപോലൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തതാണ്. അന്ന് കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരുവിധം കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് കാണുന്നത്, പേ സ്ലിപ്പ് ജനറേറ്റർ എന്ന ഓപ്ഷൻ കാണാം. ഇവിടെ താഴോട്ട് വരുമ്പോൾ ഹെഡർ ഡീറ്റെയിൽസ്, ഇവിടെ നിങ്ങൾ പേ സ്ലിപ്പ് തന്നെ കൊടുക്കുക. ഇനി ഒരു കമ്പനിയുടെ പേര്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി ഏതാണോ ആ കമ്പനിയുടെ പേര് കൊടുക്കുക. ഇനി ഇവിടെ അഡ്രസ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു റഫ് അഡ്രസ്സ്, മീൻസ് ഒരു അഡ്രസ്സ് കൊടുക്കാം. ഫ്ലോർ നമ്പർ 22, സ്വപ്നിൽ എൻക്ലേവ്, എറണാകുളം. ഒരു പിൻ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. പിൻ നമ്പറിൻ്റെ അവസാനം നമുക്ക് കൊടുത്താൽ മതി. ഒരു 17 കൊടുത്തു. ഇനി താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് പേ ഡേറ്റ്, സാലറി കിട്ടുന്ന ഡേറ്റ് ഇവിടെ ഓൾറെഡി ഉണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമാണെന്നെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഇനി വർക്കിംഗ് ഡേയ്സ്, നിങ്ങൾ വർക്ക് ചെയ്ത ദിവസം എത്രയാണെന്ന് വെച്ചാൽ നോക്കാം. ഇവിടെ നമുക്ക് 30 ഡേയ്സ് തന്നെ കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ ആഡ് ഐറ്റത്തിൽ പ്രസ് ചെയ്താൽ മതി. ഇനി എംപ്ലോയി ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, ഇപ്പോൾ നമ്മളുടെ പേര് ഒരു ബിജു എന്ന് നമുക്ക് പേര് കൊടുക്കാം. എംപ്ലോയി കോഡ്, അത് നിങ്ങൾക്കൊരു കോഡ് കാണുമല്ലോ, ആ കോഡ് നിങ്ങളിവിടെ കൊടുക്കുക. ഇല്ലാത്തവരാണെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക, കുഴപ്പമില്ല. ഇനി ഇവിടെയും ആഡ് ഐറ്റംസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് താഴോട്ട് വരുമ്പോൾ എംപ്ലോയി ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര് ബിജു എന്ന് നമുക്ക് കൊടുക്കാം. എംപ്ലോയി ID കൊടുത്തു. ഇനി ടൈറ്റിൽ, ഇവിടെ നമുക്ക് ഡെസിഗ്നേഷൻ കൊടുക്കാം. ഡെസിഗ്നേഷൻ നമുക്ക് മാനേജർ എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കൊടുക്കാം, മാനേജർ എന്നോ അല്ലെങ്കിൽ പ്രൊഫഷണൽ എന്നോ, IT ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, അത് കൊടുക്കാം. അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ്, സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ്, എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കാം. ഇനി ഏണിങ്സ് ആണ്. ഓക്കെ, ഇവിടെ നമ്മളുടെ ടോട്ടൽ ഏണിങ്സ് എത്രയെന്ന് വെച്ചാൽ കറക്റ്റ് ഇവിടെ കൊടുക്കുക. നിങ്ങളുടെ സാലറി മീൻസ് സ്റ്റേറ്റ്മെൻറ്റിൽ ക്രെഡിറ്റ് ആവുന്ന എത്രയാണോ അത് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു 30,000 രൂപ നിങ്ങളുടെ ഏണിങ്സ് നമുക്കിവിടെ കൊടുക്കാം. ഇനി ബേസ് പേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ബേസ് പേ നമുക്കിവിടെ ഒരു 16,000 രൂപ നമുക്ക് ബേസിക് പേ. ഇതെല്ലാം കൂട്ടുമ്പോൾ ഈ 30,000 വരണം. കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും എല്ലാം കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ എന്തൊക്കെ കൂട്ടിയാണ് ഈ 30,000 രൂപ വരുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ 30,000 രൂപ നമ്മുടെ ഏണിങ്സ് ആണ്. അതിൽ ബേസ് പേ 16,000 രൂപ. ഇനി നിങ്ങളുടെ അലവൻസ് നമുക്കൊരു ഒരു 12 ഇടാം. ഓക്കെ, ഒരു 12,000 രൂപ അലവൻസ് ഇടാം. അപ്പം 28ആയി. ഇനി ഓവർ ടൈം നമുക്കിവിടെ വേണമെങ്കിൽ 28 2 30, 2,000 രൂപ ഓവർ ടൈം. ഇപ്പോൾ കറക്റ്റ് 30,000 രൂപയായി. ഇനി ടോട്ടൽ ഏണിങ്സ് ഇവിടെ താഴെ തന്നെ കാണിക്കും. നിങ്ങളൊന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി അത് തന്നെ കാൽക്കുലേറ്റ് ചെയ്തോളും. 30,000 രൂപയായി. ഇനി ഡിഡക്ഷൻസ്, എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ടാക്സ് എന്ന് പറഞ്ഞ് 800, അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം ടാക്സ്. ഇനി ESI PF എന്തെങ്കിലും ഡിഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കി കൊടുക്കുക. ESI PF ഒക്കെ കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതികളൊക്കെ നിങ്ങൾ ആർക്കെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ESIയും PF ഒക്കെ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കുക. കാരണം എന്താ പറയുക, നമുക്കിവിടെ ഇപ്പോൾ PF എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ PF കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 0.75 ഡിഡക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എംപ്ലോയർ 3.25 ഡിഡക്റ്റ് ചെയ്യും നമ്മുടെ സാലറിയിൽ നിന്ന്. അതാണ് PF ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് ക്ലിയർ ആയിട്ട് തന്നെ വെക്കുക. PF കട്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇവിടെ PF എന്ന് ടൈപ്പ് ചെയ്തിട്ട് PF ഒക്കെ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതണം. കാരണം ചില ബാങ്കുകൾക്ക് PF നോക്കി നമ്മുടെ സൈറ്റിൽ നോക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് PF ഡിഡക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കോൺട്രിബ്യൂഷൻ 0.05 അങ്ങനെ എന്തോ തോന്നുന്നു. പിന്നെ എംപ്ലോയർ ആണെങ്കിൽ 3.25 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഗുണിക്കുക. നിങ്ങളുടെ ടോട്ടൽ സാലറി കൊണ്ട് ഗുണിച്ചിട്ട് അത് രണ്ടും കൂടെ കൂട്ടി എഴുതുക. എംപ്ലോയി കോൺട്രിബ്യൂഷനും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്നുള്ള കോൺട്രിബ്യൂഷനും കൂട്ടി എഴുതുക. ഇപ്പോൾ ചിലതിലങ്ങനെ ESIയും PFൻ്റെ ആവശ്യം വരില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിരിക്കുന്നത് 800 രൂപയാണ്. ഇത്രയും നമ്മൾ ചെയ്തു. ഇനി ഫൂട്ടർ എമൗണ്ട് എല്ലാം അവിടെ വന്നിട്ടുണ്ട്. 29,200, 29,200 എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി നമുക്ക് പ്രിവ്യൂ നോക്കാം. ഓക്കെ, പ്രിവ്യൂ നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പേ സ്ലിപ്പ് ഫോർ നമ്പർ 22, സ്വപ്ന എൻക്ലേവ് എറണാകുളം, പേ ഡേറ്റ് 2025 5/31, വർക്കിംഗ് ഡേയ്സ് 30, എംപ്ലോയി നെയിം ബിജു, എംപ്ലോയി ID പിന്നെ 49717, ഡെസിഗ്നേഷൻ മാനേജർ. നമ്മൾ കൊടുത്ത ബേസിക് പേ 16,000 രൂപ, അലവൻസ് 12,000 രൂപ, ഓവർ ടൈം 2,000, ടോട്ടൽ ഏണിങ്സ് 30,000. ടാക്സ് PF നമ്മളവിടെ ടൈപ്പ് ചെയ്ത് ഇവിടെ കൊടുത്തില്ല, അതാണ് PFൻ്റെ ഇവിടെ empty ആയിട്ട് കിടക്കുന്നത്. ടാക്സ് 800, ടോട്ടൽ ഡിഡക്ഷൻ ഈ 30,000 നിന്ന് 800 പോയതിനു ശേഷം 29,200 രൂപയാണ് വന്നിരിക്കുന്നത്. അത് താഴെ എഴുതിയിട്ടുണ്ട്. കറക്റ്റ് പേ സ്ലിപ്പിൻ്റെ അതേ ഓപ്ഷൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വേറെ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതായത് എന്താ താഴെ ദിസ് ഈസ് സിസ്റ്റം ജനറേറ്റഡ് പേ സ്ലിപ്പ്. അപ്പോൾ വേറെ ഒന്നും വേണ്ട, സൈനോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. വളരെ കിടലം സാലറി സ്ലിപ്പാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.